കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് സിദ്ധരാമയ്യയും ഡി.കെ. ശിവകുമാറും. ദില്ലിയിലുള്ള ഇരുവരുമായും ഹൈക്കമാൻഡ് പ്രതിനിധികൾ ചർച്ച തുടരുകയാണ്. കർണാടകയിൽ പാർട്ടി നിയോഗിച്ച നിരീക്ഷക സംഘം എംഎൽഎമാരുടെ അഭിപ്രായമടങ്ങിയ റിപ്പോർട്ട് തിങ്കളാഴ്ച രാത്രിയോടെ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് സമർപ്പിച്ചിരുന്നു. കർണാടകയിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ആശയക്കുഴപ്പം തുടരുന്നതിനിടെ കെ.പി.സി.സി അധ്യക്ഷൻ ഡി.കെ. ശിവകുമാർ ഡൽഹിയിലേക്ക് തിരിച്ചു. മുഖ്യമന്ത്രി കസേരയ്ക്കായി മുൻപന്തിയിലുള്ള മുതിർന്ന നേതാവ് സിദ്ധരാമയ്യ തിങ്കളാഴ്ച തന്നെ ഡൽഹിയിലെത്തിയിരുന്നു. ഡി.കെ. ശിവകുമാർ തിങ്കളാഴ്ച ഡൽഹി യാത്ര റദ്ദാക്കിയത് ഊഹാപോഹങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. എന്നാൽ പനിയും വയറിന് സുഖമില്ലാത്തതും കാരണമാണ് തിങ്കളാഴ്ചത്തെ യാത്ര റദ്ദാക്കിയതെന്ന് ഡി.കെ. ശിവകുമാർ തന്നെ വിശദീകരിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി മല്ലികാർജ്ജുൻ ഖാർഗെ, യു.പി.എ ചെയർപേഴ്സൺ സോണിയാഗാന്ധി, മുൻ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് സിദ്ധരാമയ്യയെയും ഡി.കെ. ശിവകുമാറിനെ വിളിച്ചു വരുത്തിയ ശേഷം കാര്യങ്ങൾ വിശദീകരിച്ച ശേഷമാകും അന്തിമ തീരുമാനമെടുക്കുക. ചൊവ്വാഴ്ച തന്നെ കർണാടക മുഖ്യമന്ത്രി ആരാകുമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ 1. ITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.